നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഭാഗമാണ്. हम जो ध्यान कर रहे थे, जो मनन कर रहे थे, वो ये वचन है मत्ती 6 अध्याय से यीशु मसीह अपने शिष्यों को प्रार्थना करना सिखा रहा था. ये हम देख रहे थे. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, हे हमारे स्वर्गीय पिता. നമ്മൾ ആ ഭാഗം ധ്യാനിക്കുവാൻ മനസ്സിലാക്കുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെട്ട് അത് ശ്രമിച്ചു. हम उस परमेश्वर के चरणों में बैठकर ये वचन को समझने का कोशिश किए. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, आपका नाम पवित्र माना जाए. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം हे വിശുദ്ധീകരിക്കപ്പെടണമേ. हमारे स्वर्गीय पिता, आपका नाम पवित्र माना जाए. സർവശക്തനായ സർവശ്രേഷ്ഠനായ ഒരു ദൈവം, एक सर्वशक्तिमान सबसे महान परमेश्वर, ഏക സത്യ ദൈവം, सच्चा जीवित एकमात्र खुदा, സ്വർഗത്തെക്കാൾ ഉന്നതനായ ദൈവം, स्वर्गों से ऊपर रहने वाला एक प्रिय परमेश्वर, ഞങ്ങളുടെ പിതാവേ. हमारा पिता. അതെ, യേശു നമുക്ക് വേണ്ടി കടന്നു വന്നു. यीशु हमारे लिए इस पृथ्वी पर आया. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി അല്ല യേശു വന്നത്. यीशु मसीह कोई खास एक जाति, एक विशेष जाति के लिए नहीं आया. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല യേശു ഭൂമിയിൽ വന്നത്. सिर्फ इसराइलियों के लिए यीशु इस पृथ्वी पे नहीं आया. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. अब्राहम को यीशु परमेश्वर आशीष दे के ऐसा कहता है कि तुम्हारे द्वारा सारे 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 देश और सारे राज्य के लोग आशीष पाएंगे. ഈ ദൈവം നമ്മളുടെ പിതാവാണ്. ये परमेश्वर हमारा पिता है. ആ ഒരു ബന്ധമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ये संबंध है हमारा और परमेश्वर के साथ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. आपका नाम पवित्र माना നമ്മൾ जाए. എന്തെങ്കിലും പ്രാർത്ഥിച്ച് ദൈവത്തോട് വാങ്ങിക്കുവാൻ വേണ്ടി ദൈവം അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാനിരിക്കുന്ന ഒരു കോൺട്രാക്ട് ബിസിനസ്മാൻ അല്ല. यीशु मसीह कोई ऐसा व्यवसाय नहीं कर रहा कि सिर्फ हम कुछ मांगेंगे और वो देगा. ये कोई व्यवसाय नहीं है. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം ഉത്തരം തരും, അപ്പോൾ നമ്മളൊരു ചെറിയ സ്തോത്ര കാഴ്ച ഇടും. അങ്ങനെ ഒരു ദൈവമല്ല ഈ ദൈവം. ये ऐसा परमेश्वर नहीं है कि हम जब प्रार्थना करेंगे उत्तर देगा तब हम थोड़ा दान देंगे या उनके लिए कुछ क्रियाकर्म करेंगे. ऐसा परमेश्वर नहीं है. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. परमेश्वर का वचन कहता है कि ये धरती और उसका पूर्णता परमेश्वर का है. നമുക്കറിയാം, സുവോളജി ബോട്ടണി ഒക്കെ പഠിക്കുന്ന ആളുകൾക്കറിയാം, ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ പേരുകൾ നമ്മൾ കണ്ടുപിടിച്ചു. जब हम शास्त्र पढ़ते, जब जानवर का शास्त्र और पेड़ पौधों का शास्त्र पढ़ते हैं, तब हम देखते हैं कि कई सारी चीजों का नाम है. എന്നാൽ ഇതുവരെയും 50% ജീവജാലങ്ങളുടെ പോലും പേര് അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുമില്ല. अब लेकिन अभी भी इतना विज्ञान विकसित होने के बावजूद भी अभी भी लगभग 50% चीजों का, जानवरों का या पेड़ पौधों का नाम तक हमें नहीं पता. हम पहचान भी नहीं पाते. ലോകത്തിലെ സകല മിനറൽ ശേഖരവും സ്വർണമൊക്കെ ഉൾപ്പെടെ അതെല്ലാം ഈ ദൈവത്തിൻ്റെതാണ്. ये सारा सोना से लेके जो कोई मिनरल्स इस दुनिया में पाया जाता है, ये सब परमेश्वर का है. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ഒരു കാര്യം കൊടുക്കുന്നതുകൊണ്ടല്ലോ ദൈവം ജീവിക്കുന്നത്. ये धरती और उसका पूर्णता जब यहोवा का है, जब परमेश्वर का है, हमारा छोटा दान उनके सामने क्या है. അപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. तो यीशु मसीह क्या प्रार्थना करना सिखा रहा है कि यीशु मसीह ये बता रहा है कि ऐसा प्रार्थना करो, परमेश्वर आपका नाम पवित्र माना जाए. ഓരോ പിതാവും ആഗ്രഹിക്കുന്നത് തന്റെ മകൻ തന്നെ പോലെ ആയിക്കൊണ്ടിരിക്കണമെന്നാണ്. हर एक पिता का यही इच्छा है कि उनका बेटा उनके जैसा होना है. മദ്യപാനികളായ ചില പിതാക്കന്മാര് തന്റെ മക്കളോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എടാ, നീ എന്നെ പോലെ ആകരുതേ. कई सारे जो पियक्कड़ पिता लोग हैं, वो कभी नहीं बोलते अपने बच्चों को कि मेरे जैसा हो. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പിതാക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ ആകണം, അല്ലെ എന്നെക്കാട്ടിലും നല്ല ഒരു സ്ഥാനത്തെത്തണം. लेकिन जो अच्छे पिता लोग हैं, जो चाहते हैं कि उनका बच्चों का भलाई हो, वो ऐसा बोलते हैं कि आप कुछ अच्छा करना है या आप कुछ मेरे से बढ़कर कुछ करना ഈ है. പിതാവ് നല്ല പിതാവാണ്. ये पिता एक अच्छा पिता है. അപ്പോൾ ഈ പിതാവ് ആഗ്രഹിക്കുന്നത് ഈ പിതാവിനെ പോലെ നമ്മളും ആയിക്കൊണ്ടിരിക്കണമെന്നാണ്. ये पिता ऐसा चाहता है कि इस पिता के समान हम भी बढ़ते जाना അപ്പോൾ ഈ है. പിതാവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥന, യേശു നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എന്നിൽ ആ വിശുദ്ധി അത് നിറഞ്ഞു വരേണം, വിശുദ്ധിയിൽ ഞാൻ വളരണം. ഇതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം. परमेश्वर का हमारे प्रति सबसे बड़ा आग्रह ये है कि हम परमेश्वर के पवित्रता में बढ़ते जाए, हम परमेश्वर के पवित्रता में बढ़ते रहे और उसके और परमेश्वर का नाम
हमारे हमारे जीवन से पवित्र माना जाए। അടുത്തത് ഇവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ രാജ്യം വരണമേ. और आगे लिखा है आपका राज आए, നിന്റെ രാജ്യം വരണമേ. आपका राज आए। ഒരു ഐഹിക രാജ്യത്തെ പറ്റി അല്ല യേശു ഇവിടെ പറയുന്നത്. यहाँ कोई कोई काल्पनिक राज्य के बारे में नहीं बता रहा है यीशु യേശുവിന്റെ मसीह। രാജ്യം ഈ ലോകത്തിലെ ഒരു രാജ്യമല്ല. यीशु मसीह का राज इस पृथ्वी का राज नहीं है। ശിഷ്യന്മാർ വിചാരിച്ചു യേശു സ്ഥാപിക്കുവാൻ പോകുന്ന രാജ്യം ഇത് ലോകപ്രകാരമുള്ള ഒരു രാജ്യമാണെന്ന്. यीशु के शिष्य लोगों ने ऐसे सोचा कि यीशु मसीह जो राज्य का बात कर रहा है वो इस पृथ्वी पर स्थापित करने के लिए है। അതുകൊണ്ട് അവർ ചോദിച്ചു, എപ്പോഴാണ് നീ രാജ്യം സ്ഥാപിക്കുന്നത്? इसीलिए उसका शिष्य लोग उससे पूछते हैं कि तुम कब अपना राज्य का स्थापित करोगे। യേശു പറഞ്ഞു, ഈ ലോകത്തിൽ ഒരു രാജ്യം ഇപ്പോൾ സ്ഥാപിക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. यीशु मसीह कहता है कि इस पृथ्वी पे राज्य स्थापित करने में नहीं आया। പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വലിയ വലിയ ചില സാമ്രാജ്യങ്ങളും ഉണ്ടായിരുന്നു. इस पृथ्वी पर कई सारे महान साम्राज्य थे। നെബൂഖദ്നേസറും ബാബിലോൺ സാമ്രാജ്യവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. नेबुकदनेस्सर नामक एक महाराजा और बाबिलोन नामक एक साम्राज्य के बारे में आप सुने होंगे। ഗ്രീക്ക് സാമ്രാജ്യവും അലക്സാണ്ടർ ചക്രവർത്തിയും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. यूनानी साम्राज्य और अलेक्जेंडर नामक जो महान योद्धा था उसके बारे में सुने हैं। റോമൻ സാമ്രാജ്യം, ജൂലിയസ് സീസർ, ഈ പേരുകളൊക്കെ നമുക്കറിയാം. हम रोमियो का सरकार और जूलियस सीजर के बारे में सुने होंगे। പ്രിയമുള്ളവരെ, ഇതിൽ പല രാജ്യങ്ങളും അസ്തമിച്ചു. इनमें से कई सारे साम्राज्य खत्म हो गए। ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ബാബേൽ രാജ്യം അസ്തമിച്ചു. दुनिया का लगभग एक समय का सबसे महान जो राज्य था बाबेल, ये भी खत्म हो गया। ആ രാജ്യത്തിന്റെ അധിപനായിരുന്ന നെബൂഖദ്നേസറിനോട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദാനിയേൽ പറയുകയാണ്, നെബൂഖദ്നേസറേ, നീ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണ്, പക്ഷെ നിന്റെ രാജ്യം അവസാനിക്കും ഒരു ദിവസം. और दानियल के किताब में हम ऐसा देखते हैं कि वहां वो दानियल राजा को ऐसा भविष्यवाणी कर रहा है कि आपका राज्य बहुत बड़ा होगा लेकिन उसका भी एक दिन अंत होगा। പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നല്ല സ്ഥാനത്തായിരിക്കും. आज शायद आप एक अच्छे स्थिति में होंगे। ഇന്ന് നമ്മളോട് ഒത്തിരി പേര് നമസ്കാരം പറയുന്നുണ്ടായിരിക്കും. आज कई लोग आपको सलाम कर रहे होंगे। ഇന്ന് നമുക്ക് ജയ് വിളിക്കുവാൻ ഒത്തിരി ആളുകൾ आज ഉണ്ടായിരിക്കും. आपका जयकार करने के लिए कई लोग होंगे। ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളും ഒരു ദിവസം അസ്തമിക്കും. परमेश्वर का वचन कहता है कि इस पृथ्वी का सारा साम्राज्य एक दिन खत्म हो എന്നാൽ जाएगा। യേശു മറ്റൊരു രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. यीशु मसीह एक अलग एक दूसरे राज्य के बारे में विवरण कर रहा ആ है। രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് യേശു പഠിപ്പിക്കുന്നത്. उस राज्य आए, वो राज आए, वो परमेश्वर का राज आए, वो चीज उस वचन में लिखा है। ആ രാജ്യം ഭൂമിയിലെ ഏതെങ്കിലും ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഏതെങ്കിലും ഭൂപടത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വരുന്ന രാജ്യമല്ല. वो राज कोई दुनिया का जो हम जिस दुनिया में रहते हैं उसका कोई भाग नहीं है। യേശു പറയുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ പറ്റിയല്ല. यीशु मसीह ऐसा राज्य के बारे में नहीं बता ഇതാ रहा। ഇവിടെ യേശു പഠിപ്പിക്കുന്നു, നിന്റെ രാജ്യം വരണമേ. यीशु मसीह यहाँ बताता है कि आपका राज आवे। ഈ രാജ്യം എവിടെയാണ് വരേണ്ടത്? ये राज कहाँ आना है? യേശുവിന്റെ രാജ്യം നമ്മുടെ ഹൃദയത്തിലാണ് വരേണ്ടത്. यीशु का राज्य, परमेश्वर का राज हमारे हृदय में आना ആ है। രാജ്യം നമ്മുടെ ഹൃദയത്തിൽ വരണം. वो राज हमारा हृदय में आना है। ആ രാജ്യത്തിന്റെ രാജാവാണ് യേശു. वो राज्य का राजा है यीशु मसीह। നമ്മുടെ ഹൃദയത്തിലെ രാജാവായി യേശു വാഴുവാൻ ആഗ്രഹിക്കുന്നു. हमारा हृदय का राजा के रूप में यीशु राज करना ഇത് चाहता നിങ്ങൾ है। സന്ദേശം എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? ये संदेश को आप क्यों सुन रहे हैं? നിങ്ങളുടെ രാജാവായി യേശു വരുവാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह जो आपका राजा आपके दिल में आना चाहता है। യേശുവിന്റെ രാജ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. यीशु का राज्य आपके दिल में आना है। ये यीशु ये चाहता है। ആ രാജ്യത്തിലെ സിറ്റിസന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ये राज्य में जो रहते हैं वहां के जन का क्या स्वभाव है? ഓരോ രാജ്യത്തിലെയും സിറ്റിസണ് ചില റൈറ്റ്സ് ഉണ്ട്, ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. हर एक राज्य का जो वासी है, हर एक राज्य का जो वासी है, उनका अलग अलग चीजें हैं, वो अलग अलग राइट्स है और उनके बारे उनको कई सारे नियम भी है पालन करने। നമ്മുടെ രാജ്യത്തിന്റെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുള്ളപ്പോൾ അതിന്റെ അർത്ഥം ആ ഭാരതത്തിലെ നമ്മുടെ രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. और अगर एक देश का पासपोर्ट आपके हाथ में है और उस देश का पहचान आपके हाथ में है तो आप उस देश में आप कहीं भी जा सकते हैं बिना किसी ഈ रुकावट के। രാജ്യത്തെ ആര് നയിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. हमारे पास इतना हक है कि इस देश को कौन नियंत्रण करेगा, कौन चलाएगा,
कौन इसके उच्च पद में बैठेगा, इसके भी हम भागीदार हैं। ആ രാജ്യവുമായി ബന്ധപ്പെട്ട പല പല റൈറ്റ്സും നമുക്ക് ലഭിക്കുന്നു. इस देश के संबंधित कई सारे चीजें, कई सारे फायदा हमें मिलता है। ആ രാജ്യവുമായി ബന്ധപ്പെട്ട ചില സ്വഭാവങ്ങൾ അവർക്കുണ്ട്. उस राज्य से संबंधित हमारे उसके जन को कई सारे स्वभाव है। ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എവറി സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി നീഡ്സ് ടു സർവ് ദ നേഷൻ, സർവ് ദ മിലിറ്ററി. ആ രാജ്യത്തെ മിലിറ്ററിയെ ഒരു 2 വർഷമെങ്കിലും അവരെ സർവ് ചെയ്തിരിക്കണമെന്ന് ആ രാജ്യത്തിലെ ഓരോ സിറ്റിസന്റെയും കടപ്പാടാണ്. कुछ कुछ राज्य का ऐसा एक नियम है कि कम से कम 2 साल वहां का सेना में भर्ती होना है। യേശുവിടെ പഠിപ്പിക്കുന്നു, നിന്റെ രാജ്യം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. परमेश्वर यीशु मसीह ऐसा सिखाता है कि आपका राज्य आए। ഏത് രാജ്യത്തെ പറ്റിയാണ്? किस राज्य के बारे में बोला जा रहा है? ദൈവരാജ്യത്തെ പറ്റി യേശു പഠിപ്പിക്കുകയാണ്. यीशु मसीह परमेश्वर के राज्य के बारे में बता रहा है। സ്വർഗ്ഗ രാജ്യത്തെ പറ്റി യേശു പഠിപ്പിക്കുകയാണ്. स्वर्ग के राज्य के बारे में यीशु सिखा रहा ആ है। രാജ്യം വരുന്നത് നമ്മുടെ ഉള്ളിലാണ്. वो राज्य आपके दिल में आता है। ആ രാജ്യത്തിന്റെ സ്വഭാവം എന്താണ്? वो राज्य का स्वभाव क्या है? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. परमेश्वर का वचन कहता है कि परमेश्वर का राज्य खाना पीना नहीं। ഈ ലോകത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല ആ രാജ്യം. इस दुनिया का कोई महान चीज नहीं है उस राज्य में महान। അതല്ല ആ രാജ്യത്തിന്റെ പ്രത്യേകത. उस राज्य का खासियत ये नहीं है। എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത? राज्य का खासियत क्या है? ആ രാജ്യത്തിലെ സിറ്റിസണിന്റെ പ്രത്യേകത എന്താണ്? इस राज्य के देशवासियों का खासियत क्या है? ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിയും സമാധാനവും സന്തോഷവുമാണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത. इस राज्य का खासियत शांति, समाधान और आनंद है। ആ രാജ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, നമ്മളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ നീതി വെളിപ്പെടുന്നു. वो राज्य हमारे अंदर आता है तो हम भी धर्मी हो जाते हैं। ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. परमेश्वर का वचन कहता है कि अब्राहम परमेश्वर पर, यीशु मसीह पर, परमेश्वर पर विश्वास किया और वो उसके लिए धार्मिकता ठहरा। ആരാണ് നമ്മുടെ നീതി? എന്താണ് നമ്മുടെ നീതി? हमारा धार्मिकता क्या है? ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാവരും ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയി. परमेश्वर का वचन कहता है कि सब परमेश्वर से दूर चले गए। നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. कोई भी धर्मी नहीं, एक भी नहीं। എല്ലാവരും ദൈവത്തിൽ നിന്നും ദൂരെയായി പോയി. सब परमेश्वर से दूर हो गए। എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്നും മാറിപ്പോയി. सब पाप करके परमेश्वर के महिमा से वंचित हो गए। പിന്നെ എന്താണ് ഈ രാജ്യത്തിന്റെ, ഈ രാജ്യം വരുമ്പോൾ നീതി എന്ന് പറയുന്നത് എന്താണ്? तो इस राज्य में धार्मिकता का अर्थ क्या है? പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിൽ, ഈ രാജ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ യേശു നമ്മളുടെ നീതിയായി മാറുകയാണ്. तो हे प्रियो, जब ये राज्य हमारे दिल में आता है तो यीशु हमारी धार्मिकता बन जाता है। യേശു നമുക്ക് വേണ്ടി നീതിയാകുകയാണ്. यीशु हमारे लिए धार्मिकता बन रहा है। നമ്മുടെ റൈച്ചസ്നസ് യേശുവാണ്. हमारा धार्मिकता यीशु मसीह है। കാൽവരി ക്രൂശിൽ ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ പേപ്പറൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റിയെന്നുണ്ട്. അതൊരു അത്ഭുതമാണ്. അതിനേക്കാൾ 100 മടങ്ങ് വലിയൊരു അത്ഭുതം, നമുക്കെതിരെ സാത്താൻ എഴുതി വെച്ചിരുന്ന സകല രേഖകളെയും കാൽവരി ക്രൂശിൽ മാറ്റിക്കളഞ്ഞ യേശുവിന്റെ സ്നേഹം, അതാണ് നമ്മുടെ നീതി. हमें गवाही सुने कि एक कंप्यूटर से एक जो पत्र था वो हटा दिया गया, लेकिन उससे कई गुना ज्यादा बड़ा आश्चर्यकर्म यह है कि उस क्रूस पर हमारे विरुद्ध पाप का जो लेख था उसको पूरी तरह मिटाया गया। നമ്മളായിരുന്നത് സാത്താന്റെ രാജ്യത്തിലാണ്. हम शैतान के राज्य में थे। നമ്മുടെ പാപം മൂലം നമ്മൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്. हमारे पाप के द्वारा हम नरक की ओर जा रहे थे। നമ്മൾ ദൈവ ക്രോധം നേരിടേണ്ടവരായിരുന്നു. परमेश्वर का क्रोध का सामना करना था। എന്നാൽ നമുക്കൊരു ജീവിതം നൽകുവാൻ വേണ്ടി നമ്മുടെ നീതിയായി യേശു കാൽവരി ക്രൂശിൽ താൻ പിടഞ്ഞു മരിക്കുകയാണ്. लेकिन हमारे लिए धार्मिकता ठहरने के लिए, ताकि हमारा उद्धार हो, यीशु मसीह को अपना खून उस क्रूस पर बहाना पड़ा। ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ, നിന്റെ രാജ്യം വരണമേ? लेकिन क्या आज हम प्रार्थना कर सकते हैं, परमेश्वर आपका राज्य आए? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിലെ സകല രാജ്യങ്ങളും അസ്തമിക്കും. हे प्रियो, परमेश्वर का वचन कहता है कि इस दुनिया का सारा राज्य अंत हो जाएगा। നെബൂഖദ്നേസറിന്റെ ബാബേൽ സാമ്രാജ്യം അസ്തമിച്ചു. नबूकदनेस्सर नामक जो राजा था उसका बाबेल राज्य खत्म हो गया। അലക്സാണ്ടറിന്റെ സാമ്രാജ്യം അസ്തമിച്ചു. जो चक्रवर्ती अलेक्जेंडर था उसका भी राज्य का अंत हो गया। ജൂലിയസ് സീസറിന്റെ സാമ്രാജ്യം അസ്തമിച്ചു. जूलियस सीसर का राज्य का खत्म हो गया। വലിയ വലിയ പോരാളികളുടെ രാജ്യങ്ങൾ അസ്തമിച്ചു. कई सारे शूरवीर का राज्य खत्म हो गया। അസ്തമിക്കാത്ത ഒരു രാജ്യമുണ്ട്, कभी खत्म नहीं होने वाला एक राज्य है। നെബൂഖദ്നേസർ രാജാവിനോട് ദാനിയേൽ പറയുകയാണ്, नबूकदनेस्सर राजा से दानिയേल ऐसा कहता है, നീയാണ് സ്വർണത്തിന്റെ തല, നീയാണ് आप उस स्वर्ण का सिर आप है। ലോക
ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് നീയാണ്. इस पृथ्वी का सबसे बड़ा राजा आप है. എന്നാൽ രാജാവെ ഒരു കാര്യം അറിയുക, നിന്നെ വാഴിക്കുന്നതും വീഴിക്കുന്നതുമായ ഒരു ദൈവമുണ്ട്. लेकिन आप राजा, आपको यह चीज समझना है, आपको इस कुर्सी पे बैठाना और आपको गिराना, सबका फैसला इस परमेश्वर के हाथ നിന്റെ में है. രാജ്യം അസ്തമിക്കും. आपका राज्य खत्म हो जाएगा. നിനക്ക് ശേഷം വരുന്ന രാജ്യം അതും അസ്തമിക്കും. आपके बाद आने वाला राज्य भी खत्म हो जाएगा. അതിനുശേഷം വരുന്ന രാജ്യവും അസ്തമിക്കും. उसके बाद आने वाला राज्य भी खत्म हो जाएगा. അസ്തമിക്കാത്ത ഒരു രാജ്യമുണ്ട്. कभी अंत नहीं होने वाला ऐसा एक ही राज्य है. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ രാജ്യത്തെ പറ്റിയാണ് യേശു പറയുന്നത്. परमेश्वर का वचन कहता है कि उस राज्य के बारे में परमेश्वर बता ആ रहा है. രാജ്യം നമ്മുടെ ഉള്ളിൽ വരികയാണ്. वो राज्य हमारे अंदर आ रहा है. ആ രാജ്യത്തിൽ നമ്മൾ ആകുകയാണ്. उस राज्य का हम भागी होने ആ हैं. രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? उस राज्य का खासियत क्या है? നീതി, സമാധാനം, സന്തോഷം. धार्मिकता, शांति और आनंद. യേശു നമ്മുടെ നീതിയാകുകയാണ്. यीशु हमारा धार्मिकता ठहर रहा है. പാപികളായ നമ്മളെ യേശു നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. हम जो पापी थे, हमें यीशु मसीह अपने में धर्मी ठहरा रहा നമ്മൾ है. എന്താണ് ചെയ്യേണ്ടത്? हमें क्या करना है? നമ്മൾ എന്ത് യേശുവിന് കൊടുക്കണം? हमें यीशु को क्या देना है? എത്ര പണം കൊടുക്കണം? कितना संपत्ति देना है? വേറെ എന്താണ് യേശുവിന് കൊടുക്കേണ്ടത്? और क्या यीशु को देना है? നമ്മൾ നമ്മുടെ ശരീരത്തെ കഷ്ടപ്പെടുത്തിയാൽ യേശു നമ്മളിൽ പ്രസാദിക്കുമോ? क्या अपने शरीर को दंड से गुजारने से क्या यीशु मसीह आपसे खुश होगा? ധാരാളം സ്വർണം കൊടുത്താൽ യേശു പ്രസാദിക്കുമോ? क्या यीशु मसीह आपके सोना और धन दौलत से खुश होगा? ഓഹോ, ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. आज परमेश्वर का वचन कहता है कि विश्वास करेंगे तो आप परमेश्वर की महिमा को ഈ देखेंगे. രാജ്യം നമ്മുടെ ഉള്ളിൽ വരുവാൻ നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിക്കുക മാത്രമാണ്. इस राज्य आपके जीवन में आना है, इसके लिए आपको एक ही चीज करना है, विश्वास करना है. പലപ്പോഴും നമ്മൾ വിചാരിക്കണം അങ്ങനെ വിശ്വസിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? हम कई बार सोचते हैं क्या ऐसा विश्वास करने से कुछ होगा? ചില ഡോക്ടർമാർ ധാരാളം മെഡിസിൻസ് എഴുതും. कुछ डॉक्टर लोग कई सारा दवाई लिखते हैं. അവർക്ക് പഠിത്തം ഇച്ചിരി കുറവാണെങ്കിൽ ചിലർക്ക് വലിയ സന്തോഷമാണ്. कुछ लोग जो सामने बैठे उनको पढ़ाई उतना पढ़े लिखे नहीं है, लेकिन उनको काफी आनंद है. ഒന്ന് രണ്ട് പേപ്പർ നിറച്ചെഴുതിയല്ലോ, एक दो पन्ना भर के लिख दिया. ചില ഡോക്ടർമാർ വരെ ഒരു മെഡിസിനും കഴിക്കണ്ട, कुछ चिकित्सक लोग ऐसा बोलते हैं कि एक भी दवाई नहीं खाना है, ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. ऐसा ही करना. അപ്പൊ നമുക്കൊരു സംശയമാ, हमें फिर शक हो जाता है, ഇദ്ദേഹത്തിന്റെ ഡിഗ്രി ഒക്കെ ശരിക്കുള്ളതാണോ? क्या इसको ये सही में पढ़ा लिखा है क्या? നമ്മളോട് യേശു പറയുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെടണം, അപ്പൊ നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ പ്രവേശിക്കാം. अगर यीशु मसीह हमसे ऐसा कहे कि आपको इस कष्ट से गुजरना, ये करना, वो करना, ये क्रियाक्रम करने से आप परमेश्वर के राज का भागी होंगे. പക്ഷേ യേശു അങ്ങനെയൊന്നും പറയുന്നില്ല. लेकिन यीशु ऐसा कुछ नहीं बोलता. യേശു പറയുകയാണ് വിശ്വസിക്കുക. यीशु कहता है विश्वास करे. യേശുവിൽ വിശ്വസിക്കുക. यीशु पे विश्वास करे. യേശു നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുക. यीशु मसीह आपके और हमारे लिए स्वर्ग से इस पृथ्वी पे आए, ये विश्वास करे. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുക. यीशु मसीह हमारे पापों के लिए मारा गया और तीसरा दिन जी उठा, ये विश्वास करे. യേശു നമ്മളുടെ നീതിയാകുകയാണ്. यीशु आप हमारा धार्मिकता ठहरता है. യേശു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ നീതിയാകുകയാണ്. यीशु पिता के सन्मुख में हमारे लिए धार्मिकता ठहरा है. യേശുവിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. यीशु के द्वारा हम धर्मी ठहरते हैं. നമുക്കിനി വേദനയിൽ ജീവിക്കേണ്ട കാര്യമില്ല. हमें दर्द में अब जीने का जरूरत नहीं है. നമുക്കിനി നിരാശയിൽ ജീവിക്കേണ്ട കാര്യമില്ല. हम निराशा में नहीं जीना है. अब നമുക്കിനി സംശയത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. हमें अब शक में नहीं जीना है. നമുക്കിനി ആരെങ്കിലും എന്റെ പ്രാർത്ഥന കേൾക്കാനുണ്ടോ എന്ന് ചിന്തിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. अब कोई मेरा प्रार्थना सुनेगा ये सोच में और व्याकुल होने का जरूरत नहीं है. എന്റെ നിലവിളി കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തി സംശയിക്കേണ്ട കാര്യമില്ല. हमारा प्रार्थना सुनने के लिए क्या कोई है ये सोचने का जरूरत നമ്മുടെ नहीं है. നീതിയായ ഒരുവനുണ്ട്. हमारा धार्मिकता एक है. നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരുവനുണ്ട്. हमारे लिए बिचवाई करने वाला एक है. പാപികളായ നമ്മളെ നീതീകരിക്കുന്ന ഒരുവനുണ്ട്. हम जो पापी है हमारे लिए हमें धर्मी ठहराने के लिए एक है. ഈ രാജ്യത്തിലെത്തിക്കഴിഞ്ഞാൽ, ഈ രാജ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? നീതി, നീതി, നീതി. ഇനി നമുക്ക് സംശയമില്ല ഞാൻ എവിടേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഞാൻ
സ്വർഗീയ പിതാവിന്റെ മകനായിരിക്കുകയാണ്, മകളായിരിക്കുകയാണ്. और इस राज्य का जब भागी होंगे तो हमें ये सोच में नहीं पड़ना अब हमारा क्या होगा, क्योंकि हम एक स्वर्गीय पिता का पुत्र और पुत्री ആ कह रहे हैं. പിതാവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുകയാണ്. वो पिता आपका प्रार्थना सुनने के लिए है. ആ പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന പിതാവാണ്. वो पिता आपसे प्रेम करने वाला पिता है. യേശു നമ്മളുടെ നീതിയാണ്. यीशु हमारा धार्मिकता നീതി, है. സമാധാനം, സന്തോഷം. धार्मिकता, शांति और आनंद. ഇനി നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഡ്രഗ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. क्या आपको कोई नशा का जरूरत नहीं है ये शांति के लिए. വളരെ പ്രസിദ്ധനായ ഒരു സിംഗർ, ഡാൻസർ, एक काफी महान अपने समय का काफी एक बड़ा नाचने और गाने वाला, തന്റെ പാട്ട് കേൾക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ, തന്റെ ഡാൻസ് കാണുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ, उनका नाच देखने के लिए, उनका गाना सुनने के लिए लाखों करोड़ों लोग, തന്റെ നൃത്ത ചുവടുകൾ അനുസരിച്ച് ചുവടുകൾ വെക്കുവാൻ വേണ്ടി, തന്റെ ഹെയർ സ്റ്റൈൽ പോലെ ഹെയർ സ്റ്റൈൽ ആക്കുവാൻ വേണ്ടി, തന്റെ വസ്ത്രധാരണം പോലെ വസ്ത്രധാരണം ചെയ്യുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ കാത്തു നിന്നു. लाखों करोड़ों लोग जैसे वो व्यक्ति नाचता है वैसे करने के लिए, जैसे वो बाल रखता है वैसे करने के लिए, जैसे वो गाता है वैसे करने के लिए कई लोग कोशिश किए. എന്നാൽ പ്രിയമുള്ളവരെ, താൻ മരിക്കുന്ന സമയത്ത് തന്റെ വയറിൽ ഉണ്ടായിരുന്നത്, തന്റെ വയറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഡ്രഗ്സിന്റെ അംശങ്ങളായിരുന്നു. लेकिन हे प्रियो, जब वो मरने पर था तो उसके शरीर के अंदर सिर्फ नशा और नशा था. തന്നെ പരിചരിച്ചിരുന്ന നഴ്സസിനോട് താൻ ചോദിച്ചത് അല്പം ഭക്ഷണം തരാമോ എന്നല്ല, അല്പം ഡ്രഗ്സ് എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ എത്തിക്കാമോ. लेकिन जो उसका सेवा करने वाला जो नर्स थी उससे वो ऐसा पूछता है कि हाँ, मुझे कुछ चाहिए नहीं, मुझे बस नशा चाहिए. യേശു ഒരിക്കൽ ചോദിച്ചു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന്റെ ജീവിതം കൊണ്ട് എന്തു പ്രയോജനം? परमेश्वर ऐसा एक बार बोलता है कि अगर एक इंसान पूरा पृथ्वी को जीत जाए लेकिन अपना आत्मा को खो दे, उससे क्या लाभ? ധനികനായ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നല്ല വിളവ് കിട്ടി, എന്റെ ബിസിനസ് നന്നായി നടന്നു, ഇനി ഞാൻ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും, ഇനി ഞാൻ തിന്നും കുടിക്കും ആനന്ദിക്കും. एक काफी धनी पुरुष ऐसा कहा कि मैं बहुत कमा लिया, मैं बहुत ऐश आराम से जीऊंगा. യേശു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? परमेश्वर लेकिन बोलता है, हे मूर्ख, अगर इस रात को तुमसे तेरा जीवन मांगा जाए तो तुमने जो बचा के रखा है, जो बहुत सारा तुम अपने लिए रखे हो, उसका क्या होगा? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? हम इस राज्य का भागी हुए हैं क्या? നിന്റെ രാജ്യം എന്റെ ഉള്ളിൽ വരണമേ എന്നുള്ള ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? क्या हम ये हृदय से प्रार्थना कर रहे हैं कि आपका राज्य हमारे जीवन में आए? ഈ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് നീതി, സമാധാനം, സന്തോഷം. इस राज्य का खासियत है शांति, समाधान और धार्मिकता. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. यीशु कहता है कि मैं अपना शांति तुम्हें देता हूँ. സമാധാനമില്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. अगर बिना शांति का कोई अगर इस संदेश को सुन रहा है तो परमेश्वर का आत्मा आपसे बात कर रहा है. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി താൻ പരോളിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതാണ്. हमारा एक जान पहचान का एक व्यक्ति वो जेल से निकला. ഡ്രഗ്സിന് വേണ്ടി താൻ പണം തികയാതെ വന്നപ്പോൾ തന്റെ അങ്കിളിനെയും ആന്റിയെയും കൊലപ്പെടുത്തി ജയിലിൽ പോയ വ്യക്തിയാണ്. वो नशा के लिए जब पैसा का कमी हुआ तो वो अपने ही चाचा चाची को मारकर वो जेल में चला गया. താൻ പരോളിൽ ഇറങ്ങിയപ്പോഴും അടുത്ത ബാങ്ക് കൊള്ളയടിക്കുന്നതിനെ പറ്റി ആസൂത്രണം ചെയ്യുകയായിരുന്നു. वो जेल से निकलने के बाद भी वो अगला बैंक में कैसे लूटना है ये सोच रहा था. എന്നാൽ താൻ ഒരു ടെറസിൽ ഇരുന്നുകൊണ്ട് ഒരിക്കൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ താൻ ഈ സമാധാനത്തിന്റെ സുവിശേഷം കേട്ടു. लेकिन जब वो छत पर बैठकर ऐसे ही चीजें सोच रहा था तब वो इस शांति का संदेश ലോകത്തിന് തരുവാൻ കഴിയാത്ത, എടുത്തു കളയുവാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ള യേശുവിന്റെ സമാധാനത്തിന്റെ സന്ദേശം ഞാൻ എവിടെ നിന്നോ അവിടെ ഇരുന്നു കൊണ്ട് കേട്ടു. ये दुनिया जो नहीं दे सकता और दुनिया जो छीन नहीं सकता, ऐसा एक शांति का संदेश वो वहां बैठकर सुना. ആ സന്ദേശം നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ये संदेश उसका जीवन को उथल पुथल कर ഇന്ന് ഈ दिया. സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. आज आपका जीवन को भी पूरा पलट सकता है ये संदेश. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ മാറ്റുന്നതാണ്. आपका जीवन का उद्देश्य को बदल सकता है. നിങ്ങളുടെ ജീവിതത്തിന്റെ നിരാശകളെ മാറ്റുന്നതാണ്. आपका जीवन का निराशाओं को हटा सकता है. ദൈവത്തിന്റെ യഥാർത്ഥ സമാധാനം ഒരു നദി പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകി വരുന്നു. परमेश्वर का शांति एक नदी के समान आपके जीवन में बहेगा. പ്രിയമുള്ളവരെ, അന്ന് രാത്രി ആ മനുഷ്യന്റെ ജീവിതം മാറി. उस रात को उस मनुष्य का जीवन बदल गया. ഇന്ന് മനുഷ്യൻ അനേക ജയിൽ പുള്ളികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുകയാണ്. लेकिन और आज वो जो व्यक्ति है
वो कई सारे जेल में रहने वाले लोगों के बीच में सुसमाचार फैलाता है। യേശുവിന്റെ രാജ്യം നമുക്ക് തരുന്നത് നീതിയാണ്, സമാധാനമാണ്. परमेश्वर का राज हमें शांति और धार्मिकता देता है। ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയാത്ത സമാധാനം, ये दुनिया ना दे सके ऐसा एक शांति, പണത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം. पैसा नहीं दे सकता ऐसा एक शांति। ഒരു യൗവനക്കാരൻ തന്റെ ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിലെ അസമാധാന നിമിത്തമായി തന്റെ ജീവിതം നഷ്ടപ്പെടുത്തി, തന്റെ ജീവിതം ആത്മഹത്യയിൽ एक അവസാനിപ്പിച്ചു. जवान जब उसको सब कुछ मिल गया लेकिन वो जीवन में शांति नहीं मिला, इसलिए वो आत्महत्या किया। തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. उसको कई सारे लोग सोशल मीडिया में उनको फॉलो करते थे। തന്നെ ഒന്ന് കാണുവാൻ, തന്റെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങുവാനൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ആഗ്രഹിച്ചു. कई सारे ऐसे लोग थे जो उसको देखना चाहते थे, उसको ऑटोग्राफ चाहते थे, എന്നാൽ സമാധാനമില്ലായ്മയിൽ താൻ ഡ്രഗിന് അടിമയായി. लेकिन शांति नहीं है इसलिए वो नशा का अधीन हो ഒരു गया। ദുർബല നിമിഷത്തിൽ താൻ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. एक दुर्बल अवस्था में, एक दुर्बल समय में, ऐसा घड़ी में वो अपना जीवन का अंत कर दिया। വലിയ 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 രാജകൊട്ടാരം പോലെയുള്ള ഭവനം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ, एक काफी एक बड़ा एक महल जैसा घर बनाने वाला एक व्यक्ति ഒരു ദുർബല നിമിഷത്തിൽ താൻ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. एक छोटे क्षण में अपना जीवन को खत्म कर നിങ്ങൾ दिया। ഒരുപക്ഷെ പരാജയത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. शायद आप हार से गुजर रहे होंगे। ഇന്ന് ദൈവത്തിന്റെ സന്ദേശം നിങ്ങളോട് പറയുകയാണ്, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ സമാധാനമാണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത. लेकिन परमेश्वर का वचन आपसे ऐसा कहता है कि एक स्वर्ग राज्य जब आपके जीवन में आएगा तो उसका खासियत है शांति। പണത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, जो पैसा नहीं दे सकता ऐसा शांति, പ്രശസ്തിക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, वो ऐसा जो काफी सारा लोग जाने उससे वो ऐसा नहीं दे सकता वैसा शांति। നിങ്ങൾ നേരിടുന്ന സകല കോളിളക്കങ്ങൾക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത സമാധാനം, आपका जीवन का परेशानियां आए तो भी नहीं हटने वाले एक ऐसा शांति। ക്രൂശിൽ യേശു അനുഭവിച്ച സമാധാനം, क्रूस में यीशु मसीह जो ना अनुभव किया ऐसा एक शांति। കല്ലേറുകൊള്ളുമ്പോൾ യേശുവിന്റെ ശിഷ്യനായ സ്തെഫാനോസ് അനുഭവിച്ച സമാധാനം, जब पत्थरवा हो रहा था तो ये एक यीशु मसीह का जो शिष्य स्टेफानोस जो महसूस किया हुआ शांति। തന്നെ ആളുകൾ കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് എന്ന യേശുവിന്റെ യൗവനക്കാരനായ ഒരു ശിഷ്യൻ താൻ അലറി വിളിക്കുകയായിരുന്നില്ല. जब लोग उसको पत्थरवा कर रहे थे तो ये जो यीशु मसीह का जो शिष्य स्टेफानोस वो चिल्ला नहीं रहा था, रो नहीं रहा था। ഞാൻ യേശുവിനെ തള്ളി പറയാം, എന്നെ കല്ലെറിയരുതേ എന്നല്ല താൻ പ്രാർത്ഥിച്ചത്. वो ऐसा प्रार्थना नहीं किया मैं यीशु मसीह को छोड़ दूंगा, मुझे पत्थरवा ना करो। താൻ സ്വർഗത്തിലേക്ക് നോക്കി യേശു പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. वो अपने ऊपर उठ के ऊपर देखा और वहां पर यीशु मसीह परमेश्वर के दाहिने हाथ में देखा। തന്റെ ശരീരത്തിലേക്ക് നൂറുകണക്കിന് ആളുകളുടെ കല്ലുകൾ വന്ന് പതിക്കുമ്പോൾ താൻ സ്വർഗം തുറന്നിരിക്കുന്ന സുന്ദരമായ കാഴ്ച കാണുകയാണ്. जब कई लोग का पत्थर उसके शरीर पे पड़ रहा था वो स्वर्ग को खुला हुआ ऐसा दर्शन देखता അവിടെ है। യേശു തന്നെ എതിരേൽക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച താൻ കാണുകയാണ്. वह देखता है कि यीशु मसीह उसका स्वागत करने के लिए खड़ा हो रहा है। താൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ എന്നെ കല്ലെറിയുന്ന ഈ ആളുകളുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. वो ऐसा प्रार्थना कर रहा है, मुझे जो पत्थरवा कर रहा है उनका पाप उनके विरुद्ध ना गिन। സാധാരണഗതിയിൽ സമാധാനം നഷ്ടപ്പെട്ട് അലറി വിളിക്കേണ്ട ഒരു സമയമാണ്. एक साधारण एक व्यक्ति ऐसा समय में चिल्लाता है, गिड़गिड़ाता है। സാധാരണഗതിയിൽ എന്നെ രക്ഷിക്കണമേ എന്ന് അലറി കരയേണ്ട നിമിഷങ്ങളാണ്. साधारण रूप से ऐसे लोग चिल्लाते हैं मुझे बचाओ। എന്നാൽ ഇവിടെ ഇതാ ഈ യൗവനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, കാരണമില്ലാതെ എന്നെ കല്ലെറിയുന്ന ഇവരോട് ക്ഷമിക്കണമേ. लेकिन यहाँ यह जवान प्रार्थना करता है कि बिना कोई कारण के मुझे पत्थरवा करने वाले लोगों से मुझे लोगों को क्षमा कर। എന്താണ് ഇതിന്റെ കാരണം? ऐसा क्यों है? താൻ ഈ രാജ്യത്തിന്റെ അംഗമാണ്. क्योंकि वो इस राज्य का भागी है। താൻ ഈ രാജ്യത്തിന്റെ സമാധാനം അനുഭവിക്കുന്നു. वो इस राज्य का शांति को महसूस किया തനിക്ക് है। മനസ്സിലായി, ഞാൻ ഈ ലോകം വിടുമ്പോൾ ആ ലോകത്തിലേക്ക്, എന്റെ സ്വന്തം രാജ്യത്തിലേക്ക്, എന്നേക്കുമുള്ള ആ രാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. क्योंकि उसे पता है कि जब वो इस पृथ्वी को छोड़ेगा तो अनंत काल का उस जीवन की ओर वो प्रवेश कर रहा है। രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത രാജ്യം, उस राज्य में ना दुख है, ना शोक है, ना विलाप है, മരണമില്ലാത്ത രാജ്യം, मृत्यु भी नहीं है। ആ രാജ്യത്തേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. उस राज्य में हम प्रवेश करना ये परमेश्वर की इच्छा। നീതി, സമാധാനം, സന്തോഷം. धार्मिकता, शांति, आनंद।